ഹലോ, അപ്പോൾ ഇന്നലത്തെ ബാക്കി പാർട്ടാണ് ട്ടോ ഒന്ന് കാണിക്കുന്നത്. ഈ സോപ്പിങ് വേറൊന്നുമല്ല, ആ കുട കിട്ടാനുള്ള സോപ്പിങ്ങാണ്. അങ്ങനെ വെയിലാണ് കേട്ടോ. ഇപ്പം തന്നെ രാവിലെ തന്നെ വേർത്ത് കുളിച്ചു. അപ്പോൾ ആ വെയിൽ കാരണം തോന്നുന്നു എനിക്ക് തണുത്ത് എന്തേ കുടിക്കാൻ തോന്നി. അപ്പോൾ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് സർബത്ത് ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, കാരണം മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ഇവർക്കൊക്കെ വേണോ ചോദിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും വേണ്ട. അവർ ഒരു വട്ടം കുടിച്ചാൽ തന്നെ അവർക്ക് മതിയായി. പക്ഷേ ഞാനല്ലേ പൈസ കൊടുത്തത്, അപ്പോൾ പൈസ മുതലാക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കുടിച്ചിട്ട് പകുതി കുടിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിലെത്തിയിട്ടോ. ക്ലാസ് പോയപ്പോൾ ഒറ്റ കുട്ടി വന്നിട്ടില്ല. ഞങ്ങളും പിന്നെ ആ ക്രിസ്മസ് ട്രീയും ആ റിസപ്ഷനിലിരിക്കുന്ന ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. നല്ല ഭംഗിയില്ലേ ഗൈസ് കാണാൻ. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് 3rd ഫ്ലോറിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്ഷീണിച്ച് വലഞ്ഞ് ഞങ്ങൾ കയറി വന്നപ്പോഴേക്കും പിന്നെ അവിടെ കുറച്ചേരം ഇരുന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് പോകാട്ടോ. അവിടെ ആരുമില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെയാണ് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ എല്ലാ കുട്ടികളും വന്നു. പിന്നെ തലയിലൊക്കെ തൊപ്പി വെക്കാൻ സാറ് തന്നിട്ടോ, നല്ല രസമിരിക്കണം. പിന്നെ അവിടെ അങ്ങനെ ക്രിസ്മസ് വൈബാട്ടോ. എല്ലാവരും റെഡും വൈറ്റും ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ക്രിസ്മസ് പാട്ടും അതുപോലെ തന്നെ ഡാൻസ്, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഓരോ വേഷങ്ങൾ, അതുപോലെ അടിപൊളിയായിരുന്നു. കോളേജിനൊക്കെ വൈബാണ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോളേജ് തന്നെ പറയാം, അത്രയും അടിപൊളിയാണ് ഓരോ പരിപാടികളും. അതുപോലെ തന്നെ സാറ് മിസ്സ് എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. ഈ കൊച്ച് ഞങ്ങളുടെ സാറിൻ്റെ കൊച്ചാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം കെട്ടിയിട്ട്. പിന്നെ അങ്ങോട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിച്ചും പാട്ട് വെച്ചിട്ടും അടിപൊളിയായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് ഇവളായിരുന്നു. ഇവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവളെന്നെ കേക്ക് കട്ടിയിട്ട് എന്ന് വിചാരിച്ചു എല്ലാവരും. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ്ങും ഡാൻസും പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കോളേജിനൊക്കെ വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നതൊക്കെ മുന്നേ കുറച്ച് പട്ടിഷോ ഉണ്ടായിരുന്നു. കണ്ടോ, വീഡിയോസ് എടുക്കൽ ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ലാസ് പൂട്ടിട്ടോ. അപ്പോൾ നേരെ ഞങ്ങളിങ്ങ് നാട്ടിലോട്ടാണ്. അപ്പോൾ പോണ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.